ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസ് ആണ്. കോളിസ് 2002 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വർക്കിനായിട്ടാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ വണ്ടിയാണ്, മെക്കാനിക്കൽ വർക്കിനാണ് വന്നിരിക്കുന്നത്. കസ്റ്റമർക്ക് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചെക്കപ്പും പിന്നെ ബ്രേക്ക് കുറവുണ്ട്, പിന്നെ സസ്പെൻഷൻ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം, പിന്നെ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫുൾ ചെക്ക് ചെയ്തിട്ട് എന്താ കംപ്ലൈൻറ്റ് ഉള്ളത് മാറ്റാനാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തതിൽ നമുക്ക് കുറേ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഫ്രണ്ടിൽ നിന്നും അതുപോലെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ കിടകിടാന്ന് സൗണ്ടും അതുപോലെ തന്നെ എഞ്ചിൻ വൈബ്രേഷൻ കൂടുതൽ, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിരിക്കുന്നത് എഞ്ചിൻ മൗണ്ട് മാറി, ഗിയർ ബോക്സ് മൗണ്ട് മാറി, പിന്നെ ഫ്രണ്ടിലെ വീൽ ബാരിങ്ങിന് സൗണ്ട് ഉണ്ടായിരുന്നു, ആ വീൽ ബാരിങ് മാറി, സ്റ്റാർ ജോയിൻറ്റ് മാറി, ലീഫിൻ്റെ ബുഷുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ ബ്രേക്ക് നമ്മൾ ചവിട്ടുമ്പോൾ പയ്യെ അങ്ങനെ കാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങിപ്പോകും ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് എംസിയും അതുപോലെ ഡിസ്ക് റോട്ടറും ഇതിനകത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ്റെ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു ഫ്രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ എഞ്ചിൻ്റെ ഫ്രണ്ട് ഓയിൽ സീലും ബാക്കിലെ ഓയിൽ സീലും നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഓയിൽ സീലൊക്കെ നമ്മൾ എപ്പോഴും ഇടുന്നത് ഒറിജിനൽ തന്നെ ഇടുള്ളൂ, ഒറിജിനൽ ഇട്ടാൽ തന്നെ അത് നിൽക്കുള്ളൂ. പിന്നെ എല്ലാ ബെൽറ്റുകളും ഇതിൽ നേരത്തെ കിടന്നിരുന്നത് നോർമൽ ബെൽറ്റുകളാണ്, അതൊക്കെ മാറ്റി നമ്മൾ ഒറിജിനൽ ബെൽറ്റ് തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കോളിസിന് എപ്പോഴും ആ ടീത്ത് വരുന്ന പോലുള്ള ബെൽറ്റ് ഇടാതിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ വീണ്ടും പെട്ടെന്ന് തന്നെ അത് ലൂസാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് കറക്റ്റ് ഒറിജിനൽ തന്നെ ഇടുക. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ ബാലൻസ് റോഡ് ബുഷുകൾ മാറിയിട്ടുണ്ട്, ബ്രേക്ക് റോഡ് ബുഷും ബാലൻസ് റോഡ് ബുഷും നമ്മളിതിനകത്ത് മാറിയിട്ടുണ്ട്. പിന്നെ ആക്സിലേറ്റർ കേബിൾ മാറിയിട്ടുണ്ട്. വണ്ടിക്ക് നമ്മൾ നേരത്തെ ഓടിച്ച് നോക്കുമ്പോൾ പുള്ളിങ് തീരില്ല എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ മാറുന്നതുകൊണ്ട് പുള്ളിങ് കൂടുന്നതല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ പ്ലേ കൂടുതലായിരുന്നു. ഈ ആക്സിലേറ്റർ നമ്മൾ ചവിട്ടുമ്പോൾ പകുതി പോർഷനും ഫ്രീ പ്ലേ ആയിരുന്നു. കേബിള് കംപ്ലൈൻ്റ് ആയിട്ടാണ് അത് ഫ്രീ ആയിട്ട് കിടക്കായിരുന്നു. അപ്പോൾ പിന്നെ കിട്ടുന്ന ത്രോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50% മാത്രമേ ഉള്ളൂ. ആ ത്രോട്ടിൽ നമുക്ക് മാക്സിമം പവർ കിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഗിയറിട്ടൊക്കെ കിട്ടുന്ന ഇത്തിരി വലിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹാഫ് ത്രോട്ടിൽ കിട്ടുള്ളൂ. സെക്കൻഡ് ഗിയറിൽ അങ്ങനെ വലിപ്പിക്കാൻ പറ്റില്ല നമുക്ക് വണ്ടി. നമുക്ക് പെഡൽ താന്നാൽ വണ്ടി ഒരു നോർമൽ സ്പീഡിലേ പോകുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും സ്പീഡിൽ പോകാത്തൊരു ഫീലിംഗ് തോന്നുന്നത്. അത് മാത്രമല്ല താഴെ കുറേ മേറ്റുകൾ ഇട്ടാലും നമ്മൾ പെഡൽ അതിൽ വന്ന് തട്ടിയാലും നമുക്ക് 100% ത്രോട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ വണ്ടിക്ക് തീരെ വലുവില്ലാത്തൊരു ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് മെയിൻ പ്രശ്നം ഇതിലുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഫ്ലിപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. നമ്മളത് മാറ്റി ഒറിജിനൽ കേബിൾ തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കേബിളിന് നിസ്സാര വിലയേ ഉള്ളൂ. അപ്പോൾ ഒറിജിനൽ കേബിൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല പുള്ളിങ് ഉണ്ട്. ഓടിക്കാൻ തന്നെ നമുക്ക് കാലിലേക്കും ആ ഒരു ഫ്രീനെസ് ഉണ്ടാകും. പുതിയ കേബിൾ ആയതുകൊണ്ട് ഒരു നല്ല സ്മൂത്ത് ഉണ്ടാകും. നമ്മളെ കമ്പനിയിലൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10,000 കിലോമീറ്റർ ആകുമ്പോൾ ഈ കേബിൾ അഴിച്ചിട്ട് അതിലേക്ക് WD-40 അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓയിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം സ്മൂത്താക്കി ഫ്രീ ചെയ്യും. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ആവുള്ളൂ. കോളിസ് പണിയെടുക്കുന്നത് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഓരോ കാര്യങ്ങളും സർവീസ് ഷെഡ്യൂളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കോളിസിൻ്റെ കയ്യിൽ. ഈ ആക്സിലേറ്റർ കേബിൾ ലൂബിങ്, അതുപോലെ തന്നെ പമ്പിൽ വരുന്ന ആക്സിലേറ്ററിൻ്റെ ത്രോട്ടിൽ വരുന്ന ആ ഭാഗത്തെ ലിങ്കേജിൽ വരുന്ന ലൂബിങ്, അതുപോലെ ഡോർ പാഡുകൾ ലൂബിങ്, ഇതൊക്കെ സർവീസ് മെയിൻ്റനൻസിൽ വരുന്നതാണ്. പലപ്പോഴും നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ ഒരു മെക്കാനിക്കിന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് 4 ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യും, അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറും. അങ്ങനെയാണ് ആ കോളിസ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ശരിക്കും പ്രൊസീജിയർ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. അത് മൈന്യൂട്ടായിട്ട് നമ്മൾ നോക്കി ചെയ്തിട്ട് വേണം വണ്ടി വിടാൻ. എന്താ വെച്ചാൽ ബാക്കിലൊക്കെ ഡിക്കിയിൽ എപ്പോഴും സൗണ്ട് ഉണ്ടാവും, കിർക്ക് എന്നുള്ളത്. അത് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വീസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആവും. എല്ലാം 10,000 നമുക്കിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ റണ്ണിങ്ങിൽ ചെറിയൊരു കിരികിരി സൗണ്ട്. ഇതിപ്പോൾ 4ാമത്തെ ടെസ്റ്റ് ഡ്രൈവാണ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് എടുത്തു ഫ്രണ്ടിൽ കുറേ സൗണ്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തു. 2ാമതെടുത്ത് വീണ്ടും സൗണ്ട് ക്ലിയർ ചെയ്തു. 3ാമതെടുത്ത് 4ാമത്തെ ടെസ്റ്റ് ഫൈനലാണ്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൽറ്റിൻ്റെ അവിടെ ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്, ഒരു മറ്റേ ഐഡ്ലർ പറയുന്നത് പോലെ ഒരു നോയ്സ് വരുന്നുണ്ട്. അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ വണ്ടി പക്കയായി. അപ്പോൾ എന്താ നോക്കിയിട്ട് ചെയ്യാനാണ് കസ്റ്റമർ തന്നിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് വർക്ക് നമ്മൾ ഇതിനകത്ത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഇത്രയും സാധനങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല സ്മൂത്താണ്. അതുപോലെ ആക്സിലറേഷന് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് പക്കയായിട്ട് നമുക്ക് വണ്ടി സ്മൂത്തായിട്ട് റണ്ണാവുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചാൽ മാത്രമേ വണ്ടി നമുക്ക് കറക്റ്റ് ലെവലിൽ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. പോളിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓടിക്കാനൊരു സുഖം, അതുപോലെ നല്ലൊരു സ്മൂത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീലോട് കൂടിയിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്ത പക്ഷം നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ ഒരു ഇഷ്ടക്കുറവുണ്ട്. പിന്നെ വണ്ടി നീറ്റ് വണ്ടിയാണ്. വണ്ടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഈ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ ക്ലിയർ ചെയ്തപ്പോൾ വണ്ടി പക്കയായി. പിന്നെ ഇനിയിപ്പോൾ പവർ വിൻഡോൻ്റെ വൈൻഡർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ടില്ല.
ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് വാട്ടർ വാഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫൈനൽ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാനാണ്. എപ്പോഴും സർവീസ് ഒരു 10K സർവീസോ അല്ലെങ്കിൽ 5000 കിലോമീറ്റർ സർവീസിലോ ഈ പറഞ്ഞ കാര്യങ്ങൾ, ആക്സിലേഷൻ്റെ കേബിൾ ലൂബിങ്, അതുപോലെ ഡിക്കിയിൽ വരുന്ന ആ ഒരു ഇത് ചെറിയ കാര്യങ്ങൾ, അത് എന്തായാലും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് ലൂബ് ചെയ്താൽ മാത്രമേ വണ്ടി ഓടിക്കാൻ നമുക്കത് നീറ്റായിരിക്കുള്ളൂ. വണ്ടിയുടെ ഇൻറ്റീരിയറാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ വൃത്തിയായിട്ട് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. സീറ്റ് ഡോർക്ക് പഠിച്ചാന്നോ ഉണ്ട്, നല്ല ഡോർ പാഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓടിക്കാനും അതുപോലെ നല്ല വൃത്തിയുണ്ട്. ഇനി എ സിയുടെ ഒരു സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു. ആ സാധനം കിട്ടിയിട്ടില്ല. എ സിൻ്റെ ഈ കൺട്രോൾ സ്വിച്ച് മാറ്റാൻ പറഞ്ഞാണ്, പക്ഷെ അത് യൂസർ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫാകും, അത് കറക്റ്റ് ഇതിൽ നിൽക്കുന്നില്ല. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. വണ്ടി ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ ഇതിൽ മീറ്ററിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ കറക്റ്റായിരിക്കാം. പിന്നെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിലോമീറ്റർ നോക്കേണ്ട ആവശ്യമില്ല. മെയിൻ്റനൻസ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് നമുക്ക് റണ്ണാക്കാം, ഓടിക്കാം. പിന്നെ ക്ലച്ച് കാര്യങ്ങൾ മാറ്റിയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് കസ്റ്റമർ നേരത്തെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ക്ലച്ചൊക്കെ ഇറക്കി. കാരണം എന്താ വെച്ചാൽ റിയറിൻ്റെ ഓയിൽസിൽ മാറാൻ നമ്മൾ ഇറക്കി. പിന്നെ ക്ലച്ച് കണ്ടീഷൻ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ പെഡലും ഹാർഡായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാം കൊണ്ട് നമ്മളിപ്പോൾ കട്ട് റൂട്ടിലാണ് ഓടിക്കുന്ന വണ്ടി. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ആണ്. യാതൊരുവിധ സൗണ്ടോ ഒച്ചപ്പാടോ ബഹളോ ഒന്നും തന്നെ ഇല്ല. ഈ ചെറിയ ചെറിയ കാര്യം പെട്ടെന്ന് പോകുന്ന കാര്യം ഇതൊക്കെയാണ്. പിന്നെ പോളിസിൽ ഏറ്റവും പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് റോഡ് പുഷാണ്. ബ്രേക്ക് റോഡ് പുഷ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. നമ്മളെ കമ്പനിയിലൊക്കെ ചെയ്യുന്ന ബ്രേക്ക് റോഡ് പുഷിൻ്റെ ഇടയിലേക്ക് ഒരു ഷീറ്റ് ഉണ്ട്, ടാറിൻ്റെ ഒരു ഷീറ്റ് പോലെ. ആ ഒരു ഷീറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും, ലൂബ് ചെയ്യും. അതിനെ കാസ്റ്റർ ബ്രാക്കറ്റ് ലൂബിംഗ് എന്നാണ് പറയുക. അത് എല്ലാ സർവീസിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. എന്താ വെച്ചാൽ അവിടെയൊക്കെയാണ് ഇതിന് കൂടുതലും പ്രഷറും അതുപോലെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ലോഡ് വരുന്നത്. ആ ഭാഗം പെട്ടെന്ന് ആ ബുഷ് തേയ്മാനം വരാനും അതുപോലെ ആ ബ്രാക്കറ്റിന് തേയ്മാനം വരാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡ് വലിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ നമ്മൾ പക്കയായിട്ട് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഹാൻഡ്ലിങ് ഭയങ്കര ഈസിയാണ്. കോളേജ് നമ്മൾ ഓടിക്കുമ്പോൾ ഹാൻഡ്ലിങ് ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഒടിച്ചെടുക്കാനാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഭയങ്കര ഒരു സ്മൂത്താണ്. ടേണിങ് ആംഗിളൊക്കെ ഭയങ്കര കൂടുതലാണ്. നിന്നവിടെ നിന്ന് ഒടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ മെക്കാനിക്കൽ വർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി ബോഡി വർക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.